السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. قال النبي صلى الله عليه وسلم لا يدخل الجنة قاطع رحمي. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ലോകാവസാനത്തിന് മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന വളരെ ഭയാനകരമായ അപകടങ്ങളെ സംബന്ധിച്ച്, അടയാളങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം വചനങ്ങളിലൂടെ ഉമ്മത്തിന് ബോധവൽക്കരണം നൽകിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 4 ദർസുകളിലൂടെയായി നാം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്ന ബൈന യദയ്യ സാഅ തസ്ലീം അൽ ഖാസ് വഫുഷൂ തിജാർ ഹത്താ തുഈന അൽ മർഅത സൗജഹ വഅല തിജാറത്ത് ഖതഉൽ അർഹാമി വശഹാദത്തി الزൂരി വഖിത്മാൻ ഷഹാദത്തിൽ ഹഖി വദുഹൂരിൽ കലം. ഈ ഹദീസാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചത്. അതിൽ ഖതഉൽ അർഹാം, കുടുംബബന്ധം മുറിക്കുന്ന കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇസ്ലാമിൽ രക്തബന്ധത്തിന് ആദർശബന്ധം പോലെ തന്നെ വളരെ വലിയ പവിത്രത നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാ എന്ന ആ ഖുതുബത്തുൽ വിദാ അഥവാ അറഫയിലെ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധത്തെ സംബന്ധിച്ച് ബോധവൽക്കരിച്ചിട്ടുണ്ട്. അത് അഭിമാനം, ഇതെല്ലാം ഈ ഹറം പോലെ, പരിശുദ്ധമായ ഹജ്ജ് പോലെ, ഈ അറഫ ദിനം പോലെ പവിത്രമാണ് എന്നാണ്. എന്നാൽ കുടുംബബന്ധം, അതുപോലെ തന്നെ അയൽപക്ക ബന്ധം, ഇതൊക്കെ ഇസ്ലാം വളരെയധികം സ്ഥാനവും പരിഗണനയും നൽകിയിട്ടുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, അയൽപക്ക ബന്ധവും വഷളാവും. കാരണം ഇന്ന് കുടുംബബന്ധം വഷളാകുന്നത് പോലെ തന്നെ അയൽപക്ക ബന്ധവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ പോലെ സ്വത്തിന് വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കിക്കലോ, വേലിത്തറി കയറ്റിക്കുത്തലോ, അതേപോലെ തന്നെ മതിൽ വളച്ച് കെട്ടലോ ഒന്നില്ല. കാരണം അതിനില്ല. കാരണം ഒക്കെ 5 3 സെൻറ്റ് സ്ഥലങ്ങളിൽ ഫ്ലാറ്റ് സംസ്കാരങ്ങളാണ് വരുന്നത്. അതേ കാലത്ത് അങ്ങനല്ല. പഴയ കാലത്ത് കുടുംബത്തിന് എന്തുണ്ടാവും, 75 80 90 അല്ലെങ്കിൽ 40 50 സെൻറ്റ് സ്ഥലം ഉണ്ടാവും. ഇതിങ്ങനെ വേലി കെട്ടി കൈതച്ചക്കൻ്റെ തയ്യും വെച്ച് അതങ്ങനെ ഓരോ കൊല്ലം എന്ത് ചെയ്യും, അത് കയറ്റി കുത്തലാണ്. അങ്ങനെ ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേന്, 15 കൊല്ലം കഴിയുമ്പോഴത്തേന് ഈ തന്ത മരിച്ചു പോകുമ്പോഴത്തേന് മക്കൾക്ക് ഹറാമായ ഒരു 1/2 സെൻറ്റോ 1 സെൻറ്റ് 2 സെൻറ്റൊക്കെ മറ്റുള്ളത് എന്തുണ്ടാവും, വാങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ഇത് ഓലതാണെന്ന് പറഞ്ഞ് തർക്കിച്ചാൽ അതിനും വേണ്ടി കത്തിക്കുത്തും, അതിനു വേണ്ടി കോടതി കയറലും അടിയും പിടിയൊക്കെ നടക്കുന്ന സംഗതികളാണ് നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നതില്ലെങ്കിലും അന്ന് ആ രൂപത്തിലൊക്കെ ആയിരുന്നു അയൽപക്കങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുക, അതേപോലെ സിഹർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതരക്കുള്ള ഓരോ ആരോപണ പ്രത്യാരോപണങ്ങൾ പറയുക എന്നായിരുന്നു. എന്നാൽ ഇന്ന് കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവത്തിന് വിമത്തൊന്നുമില്ല. കാരണം ആൾക്കാർക്ക് അതിനൊന്നും സമയമല്ല, തമ്മിൽ പരിചയമില്ല. തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ കഴിയുന്ന ഫാമിലി ആരാണ് എന്ന് ചോദിച്ചാൽ ഈ ഫ്ലാറ്റിൽ കഴിയുന്നവന് അറിയില്ല. അവരെ മക്കൾ ഇങ്ങോട്ട് വരില്ല, അവരെ കുട്ടികൾ അങ്ങോട്ടും പോകാനുമില്ല. അങ്ങനത്തെ യാതൊരു സംസ്കാരം അപൂർവം ചില സ്ഥലങ്ങളിലുള്ളൂ. എന്നാൽ നാഗരിക സംസ്കാരങ്ങളിലൊന്നും അത് നമ്മൾ കാണുന്നേ ഇല്ല. അതൊക്കെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ആയി മാറുകയാണ്. നമ്മുടെ നാട്ടിൽ മലബാർ ഏരിയകളിൽ കുറച്ചൊക്കെ അതിങ്ങനെ തളം കെട്ടി നിൽക്കുന്നു എന്നേ ഉള്ളൂ. അതെ, ന്യൂജലിൽ അങ്ങനെ തന്നെയാണ്. കാരണം ന്യൂജലിൽ അങ്ങനെ മാത്രമല്ല, വിവാഹത്തിലൂടെ സ്ഥാപിക്കപ്പെടുന്ന ഒരു ബന്ധമാണല്ലോ യഥാർത്ഥത്തിൽ കുടുംബബന്ധം എന്ന് പറയുന്നത്. 2 നാടുകളിലുള്ള 2 കുടുംബങ്ങൾ, 2 സംസ്കാരങ്ങളിലുള്ള കുടുംബങ്ങൾ, 2 തലങ്ങളിലുള്ള കുടുംബങ്ങൾ അള്ളാഹുവിൻ്റെ വിധിക്ക് ഒന്നാവുകയാണ്. പിന്നീട് അതിലൂടെ എന്ത് ചെയ്യണം, ആ ആണും പെണ്ണും ഒന്നിക്കുന്നതിലൂടെ ഒരുപാട്
അമ്മോശന്മാരും അമ്മായിമ്മമാരും എളാപ്പന്മാരും മൂത്താപ്പന്മാരും ഒക്കെ ഒരുപാട് കുടുംബങ്ങളുണ്ടാകുകയാണ്. പക്ഷേ ആ കുടുംബ സംവിധാനങ്ങളോടും ഇന്ന് താല്പര്യമില്ലാത്ത ഒരു പുതിയ ജനവിഭാഗമാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പുതിയ ജനവിഭാഗം ചോദിക്കുന്ന ചോദ്യം എന്താണ്? പിന്നെ നമ്മുടെ 95 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, 95 കാലഘട്ടങ്ങളിൽ, ഈ 95-98 കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കേരള സർക്കാരിൻ്റെ കുടുംബാസൂത്രണ വാഹനം ഇതിലെങ്ങനെ പോയിരുന്നു. എന്താ അവിടെ സന്ദേശം ഉണ്ടായിരുന്നത്? നാം 2 നമുക്ക് 2. കാരണം കേരളം പട്ടിണിയിലേക്ക് പോവുകയാണ്. അംഗസംഖ്യ കൂടിക്കഴിഞ്ഞാൽ പട്ടിണി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് കുടുംബത്തിൽ എന്ത് ചെയ്യുക, അംഗങ്ങളെ നിയന്ത്രിക്കാം. അതിനുവേണ്ടി സുന്ദരമായൊരു ആശയം എന്താണ്? നാം 2 നമുക്ക് 2. പിന്നീട് ഏകദേശം 2005 കാലഘട്ടങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ 2010-2005 ഇടയിൽ എന്തായി? സന്ദേശം ഒന്നും കൂടി പുതുക്കിയിട്ട് നാം 1 നമുക്ക് 1 എന്നാക്കി. ഇപ്പം അത് കഴിഞ്ഞ് വീണ്ടും 2010-12 ഒക്കെ കഴിഞ്ഞ് 2015 കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കേട്ടിരുന്നത് എന്താണ്? നാം 1 നമുക്കെന്തിന് മറ്റൊന്ന് എന്നാണ്. നാം 1 നമുക്കെന്തിന് മറ്റൊന്ന്, നമുക്ക് കുട്ടികളെ തന്നെ വേണ്ടതായി. ഇപ്പം അതും പോയിട്ട് എന്താണ്? നാം 1 നമുക്കെന്തിന് വിവാഹം എന്നാണ് ചോദിക്കുന്നത്. പാടി നടക്കുന്ന പറവകളൊന്നും കല്യാണം കഴിക്കണില്ല. അതുകൊണ്ട് എന്തിനാണ് വെറുതെ അൻകാത്തുക്ക സംബന്ധിക്ക എന്നൊക്കെ പറഞ്ഞ് ഇടങ്ങേറായിക്കാണ്ട് ഒരു കൈ കൊടുക്കലും ഒരു ചടങ്ങും ഒരു ജാടയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. ഇണകളായി ജീവിക്കുക, പാർട്ട്നേഴ്സുകളായി ജീവിക്കുക. അത് ആണും തമ്മിലാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങനെ ആകാം, പെണ്ണുമാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങനെ ആകാം. അല്ല, ആണും പെണ്ണും ഓപ്പോസിറ്റ് ലിങ്ക് ആണെങ്കിലും കുഴപ്പമില്ല, അവർക്കൊന്നും എന്ത് വേണ്ട, കല്യാണത്തിൻ്റെ ആവശ്യമില്ല എന്നതിലേക്കാണ് പുതിയ നിയമങ്ങളും സംസ്കാരങ്ങളൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു പൈശാചികമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മുസ്ലിം സമുദായം നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ബോധവൽക്കരിക്കുകയും കുടുംബത്തെ ഈ വിഷയത്തിലേക്ക് ഓർമ്മപ്പെടുത്തുകയും അങ്ങനെയുള്ള ഫാമിലി മീറ്റുകളും കുടുംബയോഗങ്ങളും കുടുംബ സംഗമങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ധാരാളമായി നമ്മളെ കുട്ടികളെ ഉൾപ്പെടുത്തുകയും ചെയ്യുക. അല്ല ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് പോലും ഈ സംസ്കാരങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ മതം മുന്നോട്ട് വെച്ച ധാർമ്മികതകളൊക്കെ ഇല്ലാതായി പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണെന്ത്? മാ സാല ജിബ്രീൽ യൂസീനു ബിൽ ജാരി. അയൽവാസികളോടുള്ള മര്യാദകളെ സംബന്ധിച്ച് എനിക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായി വന്ന് എന്നെ ഉപദേശിച്ച് മരിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ സ്വത്ത് കുടുംബത്തിന് മാത്രമല്ല അയൽവാസികൾക്കും എന്ത് ചെയ്യേണ്ടി വരും, അനന്തര സ്വത്ത് അയൽവാസികൾക്കും കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ പേടിച്ചു പോയി. അതെന്താ? അത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് അയൽപക്ക മര്യാദ പാലിക്കാനും പറഞ്ഞതെന്നാ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ 5 ഉപദേശങ്ങളുണ്ട്. അതിലൊന്നെന്താണ്? ഇത്തക്കി മഹാരിം. അത് വിശദീകരിക്കുന്നില്ല, മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളതാണ്. ഇത്തക്കി മഹാരിം, നിങ്ങൾ ഹറാമിനെ സൂക്ഷിക്കുക. വത്തക്കുൻ ആബിദുന്നാസ്, എങ്കിൽ നിങ്ങൾക്ക് വലിയ ആബിദാകാം. അതേപോലെ തന്നെ വ അഹ്സിൻ ഇലാ ജാരിക്, ഉണ്ടോ, നിങ്ങൾ അയൽപക്ക മര്യാദ പാലിക്കുക. വത്തക്കുൻ മുഅ്മിന, എങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു മുഅ്മിനാകാമെന്നാണ്. അപ്പോൾ നല്ലൊരു മുസ്ലിം ആകണമെങ്കിൽ, ഒരു മുഅ്മിനാകണമെങ്കിൽ അയൽപക്ക മര്യാദ പാലിക്കണം. അപ്പോൾ മക്കൾ നിരീശ്വരവാദികളാകുകയാണ്, മക്കൾ മുഴുവനും പദാർത്ഥവാദികളായി മാറുകയാണ്. മക്കളൊക്കെ ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സ്നേഹങ്ങൾ കൈമാറാൻ താല്പര്യമേ ഇല്ല എന്നുള്ളതാണ്. കാരണം 18 കൊല്ലം 20 കൊല്ലം പോറ്റി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിപ്പിച്ച് വലുതാക്കിയ മാതാപിതാക്കളെ എന്ത് ചെയ്യാണ്, കൈയൊഴിച്ചുകൊണ്ട് ഏതൊക്കെയോ മീമിൻ്റെ ഗാഫിൻ്റെ ഒക്കെ കൂടെ ഇറങ്ങിയാണ്ട് പോവുകയാണ്. കോടതിയിൽ കയറി പ്രതിക്കൂട്ടിൽ നിന്ന് ആരുടെ കൂടെയാണ് മോൾക്ക് പോകേണ്ടത് എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ആ 18 കൊല്ലം നൊന്ത് പ്രസവിച്ച് പരിചരിച്ച, വിദേശങ്ങളിൽ പോയി തൻ്റെ വിചാരങ്ങളെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഉയർത്തൊലിച്ച ആ അച്ഛനെയും അമ്മനെയും വാപ്പാനെയും ഉമ്മാനെയും മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോവുകയാണ്, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോവുകയാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ചേട്ടൻ്റെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് പോവുകയാണ്. ആ ഉമ്മമാർ കോടതി വരാന്തയിൽ വാവിട്ട് കരയാണ്, നിലവിളിക്കുകയാണ്. പക്ഷേ റിള റബ്ബി ഫിറൽ വാലിദൈനി സ്വഹ്തു റബ്ബി ഫി സ്വഹ്തൽ വാലിദൈൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം. അതുകൊണ്ട് അവർ എത്ര വിദ്യാസമ്പന്നരാണെങ്കിലും, എത്ര അവർക്ക് സമ്പത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ആധുനിക ടെക്നോളജി അവരുടെ കൈകളിലുണ്ടെങ്കിലും, അവർക്ക് ഏതൊക്കെ നിലക്കുള്ള സ്ഫുടമായ ബ്രിട്ടീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ കഴിഞ്ഞാലും ശരി, മാതാപിതാക്കളെ പൊരുത്തല്ലെങ്കിൽ അവരുടെ ജീവിതം അവസാനം ഒരു ട്രാക്കിൽ തലവെക്കുന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ ഒരു കയറിൽ
തൂങ്ങുന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിക്കും, അല്ലെങ്കിൽ ബ്ലേഡ് വെക്കും, അല്ലെങ്കിൽ ഡ്രഗ്സുകൾക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാമക്കണ്ണുള്ള കഴുകന്മാരുടെ കൈകളിലേക്ക് പോയി അവസാനം ശരീരം പിച്ച് ചീന്തി ഒന്നുമല്ലാത്തൊരു വേസ്റ്റായി ചിലപ്പോൾ തിരിച്ചു വരും. ചിലപ്പോൾ മയ്യത്തും അറിയാൻ പോലും കിട്ടിയില്ല എന്നും വരും. അതിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പൈശാചിക കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ നടത്തുന്ന CD-കൾ, പ്രഭാഷണങ്ങൾ, ക്ലാസ്സുകൾ ഇതൊക്കെ എന്ത് ചെയ്യുക, കേൾപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംസ്കാരങ്ങളിൽ നിന്ന് ധാർമ്മിക സംസ്കാരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷം വരാൻ നമ്മൾ പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞൊരു ഹദീസാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹ്മീൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. ഇന്ന അമാലു ബനി ആദമ തോറതു അലല്ലാഹി തബാറക വ തആല, ആദം സന്തതികളുടെ അമലു സ്വാലിഹാത്തുകൾ അള്ളാഹുവിൻ്റെ അരികിലേക്ക് ഉയർന്നു പോകും. നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, സദക്ക, അദ്കാറുകൾ, അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അള്ളാഹുവിലേക്ക് നമ്മൾ നീരാവി ഇങ്ങനെ പോകുന്ന പോലെ നമ്മളെ അമലുകൾ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും, ആകാശലോകത്തേക്ക് ഉയർന്നു പോകും. വശിയത്തെ കൊല്ല ഹമീസിൽ ലൈലത്തുൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച രാവിലും. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ എന്താണ്, വ്യാഴാഴ്ച മഗ്‌രിബ് നമസ്കാരത്തോട് കൂടി അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആ അസർ നമസ്കാരത്തോടു കൂടി അവസാനിക്കുന്ന അമലുകൾ. അപ്പോൾ ഒരു വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വ്യാഴാഴ്ച അസർ നമസ്കാരത്തോടു കൂടി നാം ചെയ്ത ആ 7 ദിവസത്തെ അമൽ സ്വാലിഹ്കളൊക്കെ ഉയരും, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഉയരും. പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളോട് റബ്ബ് പറയുന്നതനുസരിച്ച് അവരെന്ത് ചെയ്യും, നന്മയുടെയും തിന്മയുടെയും ഏടുകളിൽ അത് ചേർക്കപ്പെടും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെന്ത്, ഫലാ യുഖ്ബലു അമലു ഖാതിഉർ റഹ്മീൻ, കുടുംബബന്ധം മുറിച്ചവൻ്റെ അമല് അവിടെ മുകളിൽ തടഞ്ഞു വെക്കും, അത് ഉയരൂല അള്ളാഹുവിലേക്ക്. അപ്പോൾ നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ, സൽക്രമങ്ങൾ, ഇതൊക്കെ നമ്മൾ ധാരാളമായി ചെയ്യുന്നു. പല ആളുകളൊക്കെ ഒരുപാട് ഹജ്ജ് ചെയ്ത മനുഷ്യന്മാരായിരിക്കും, പക്ഷേ അഞ്ചനോട് ഇപ്പോഴും മുണ്ടിയിട്ടുണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഉംറയ്ക്ക് പോകുന്ന ആളായിരിക്കും, ഒരുപാട് എത്തിക്കാനൊക്കെ വാരി കൊടുക്കുന്ന ആളായിരിക്കും, ഫർദ് നിസ്കരിക്കാനൊക്കെ പള്ളിയിൽ കറക്റ്റ് ജമാഅത്തിനെത്തുണ്ടാവും. പക്ഷേ അഞ്ചനായിട്ടും ഏട്ടനായിട്ടും അമ്മോനായിട്ടും മൂത്താപ്പാനായിട്ടും ഒക്കെ തമ്മിൽ അകൽച്ചയിലായിരിക്കും, ഭാര്യ വീട്ടുകാരായിട്ട് തെറ്റിലായിരിക്കും. നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി. ഒരിക്കലും ഒരാൾ പറയാണ്, വലിയ ഒരു ജനവ്യൂഹം പങ്കെടുത്തൊരു കല്യാണ വീട്, കാര്യപ്പെട്ട ഒരാളാണ്. അയാളെ വീട്ടിലെ കല്യാണം നടക്കുമ്പോൾ അയാളുടെ പറമ്പിൻ്റെ തൊട്ടപ്പുറത്ത് ഒരേ അതിർത്തിയിൽ ഒരേ കുടുംബ സ്വത്തിൽ അഞ്ചൻ്റെ വീടുണ്ട്. ആ വീട് പൂട്ടിക്കിടക്കുക. ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണത്തിന് അഞ്ചന് ഫാമിലി ഇല്ല. അപ്പം എന്താ സംഭവം, അവർ തമ്മിൽ പിണക്കത്തിലാണ്, ശരിയായിട്ടില്ല. നാടായ നാട്ടുകാർ മുഴുവനും കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട്, സ്വന്തം ചോരപ്പറപ്പ് അവിടെ കാണുന്നില്ല. എന്താ കാരണം? നിസ്സാര കാരണങ്ങളാണ്. അങ്ങനെ വളരെ നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി കുടുംബബന്ധം തെറ്റി മുറിച്ചു കളഞ്ഞാൽ അമലു സ്വാലിഹാത്തുകൾ അള്ളാഹു തആലയിലേക്ക് ഉയരൂല. എന്നാണോ അവർ ഭൂമിയിൽ വെച്ച് അവരെ പ്രശ്നം പരിഹരിച്ച് മുലാഖാത്താകുന്നത്, അന്നേ അവരെ അമലുകൾ അള്ളാഹുലേക്ക് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതത്ര ഗൗരവമുള്ള വിഷയമാണ്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു കുടുംബ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ആ സ്വഹാബിയുടെ പേരെനിക്ക് ഓർമ്മയില്ല, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണെന്ന് അറിയില്ല. അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ സദസ്സിൽ, ഇത് മജ്ലിസുൽ ഇൽമാണ്, ഇവിടെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ ഇറങ്ങും, അള്ളാഹുവിൻ്റെ സക്കീനത്ത് ഇവിടെ വർഷിക്കപ്പെടും. ഈ സദസ്സ് പാപമോചനത്തിൻ്റെ സദസ്സാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുടുംബബന്ധം മുറിച്ചാൽ ഇവിടെ എന്താവില്ല, കുടുംബബന്ധം മുറിച്ചവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഈ ആളുകൾക്ക് മൊത്തം കിട്ടുന്ന ഹൈറുകളൊക്കെ എന്ത് ചെയ്യും, അയാൾ വഴി ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തികൾ കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോകണം എന്ന് അദ്ദേഹം പറഞ്ഞു. ദൂരെ നിന്ന് നടുവിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി എഴുന്നേറ്റു, സ്വഹാബി അല്ല, ഒരു വ്യക്തി എഴുന്നേറ്റു. ആ വ്യക്തി നേരം ചെയ്തു പുറത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ അമ്മായിൻ്റെ അടുത്ത് പോയി സലാം ചൊല്ലി. എന്നിട്ട് എന്ത് ചെയ്തു, തെറ്റ് നന്നായി, വർഷങ്ങളോളം തെറ്റി നിന്ന ആളാണ്. ഈ ഉത്ബോധനം കേട്ട് നേരെ പോയി അമ്മായിക്ക് കൈ കൊടുത്തിട്ട് അമ്മായി അത്ഭുതപ്പെടുകയാണ്. കാരണം ഇതിൻ്റെ അടുത്ത് കൂടെ ഒരു ദിവസം 5-6 വട്ടം പോകണമാണ്, അവൻ തിരിഞ്ഞു നോക്കലില്ല. എന്ത് പറ്റി എനിക്ക് ചോദിച്ചു. ഞാനിങ്ങനെ ക്ലാസ്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എന്ത്, ആ സദസ്സിലിരുന്നാൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന എല്ലാ ഹൈറും പോകും, അത്ര വലിയ അക്രമിയാണ് അയാളെന്നാ. അതുകൊണ്ട് ഞാൻ എൻ്റെ തെറ്റ് ഏറ്റു പറയുന്നു, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, ഞാൻ നിങ്ങളുമായി നന്നാകാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റ് നന്നായ ഒരു സംഭവം ചരിത്രത്തിൽ സ്വഹാബത്തിൻ്റെ അസറുകളിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നാം വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാ ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തിൻ്റെ ആദ്യത്തെ ആയത്തിൻ്റെ ഖണ്ഡികയുടെ അവസാന ഭാഗം എന്താ? യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അത് കഴിഞ്ഞിട്ട് അല്ലാഹു തആല പിന്നെ പറഞ്ഞെന്താ? വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നിങ്ങൾ കുടുംബബന്ധം എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി നൽകിയിട്ടുള്ള ഒരു വസിയത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ റബ്ബിൻ്റെ നിരീക്ഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഈഗോ, പകകൾ, അഹംഭാവം, അഹങ്കാരം, സ്വാർത്ഥത, അസൂയ ഇതൊക്കെയാണല്ലോ സത്യത്തിൽ തമ്മിൽ തെറ്റാൻ അകന്നിക്കാനുള്ള കാരണം ആണല്ലോ. അപ്പോൾ ആ രൂപത്തിൽ ഉള്ളതൊക്കെ മനസ്സിൽ നിന്നാണ് മാറ്റിയിട്ട് നമ്മുടെ കൽബിനെ നമ്മൾ എന്ത് ചെയ്യുക? സലീമായ കൽബാക്കുക, സ്ഫുടം ചെയ്തെടുക്കുക. അള്ളാഹു തആല ആ രൂപത്തിൽ പിന്നെ നല്ല ഒരു സലീമായ കൽബ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വിവരിക്കുകയാണ് കുടുംബബന്ധം എങ്ങനെയാണ് മുറിഞ്ഞു പോകുന്നത്. ഒന്ന്, നിൻ്റെ കുടുംബത്തെ നീ അവഗണിക്കുന്നു. നമ്മുടെ കുടുംബത്തെ നമ്മൾ അവഗണിക്കുകയാണ്. നമ്മളെ വാപ്പ, നമ്മളമ്മ, അനുജന്, ഓൻ്റെ ഭാര്യ, അതേപോലെ പെങ്ങന്മാർ, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ പല കുടുംബങ്ങളിൽപ്പെട്ട അവരെ അവഗണിക്കാൻ എന്താണ്? അവരെ കുശലാന്വേഷണം നടത്താതിരിക്കുക. അവരെങ്ങോട്ട് വിളിക്കൂല, അങ്ങോട്ട് പോകില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പരസ്പരം ഒന്ന് ചോദിക്കുക, ഒന്ന് അന്വേഷിക്കുക, അവരെ വിഷമങ്ങൾ ചോദിക്കുക, ഒന്നുമില്ല. അവഗണിക്കലാണ് കുടുംബം മുറിക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ എന്താണ്? കുടുംബങ്ങളെ സന്ദർശിക്കാതിരിക്കുക, സംസാരിക്കാതിരിക്കുക, അതൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ. അതാണ് അവഗണന ഭാഗം. പിന്നെ രോഗം ഉണ്ടായാലും, മരണം ഉണ്ടായാലും, ദുഃഖം ഉണ്ടായാലും, സന്തോഷം ഉണ്ടായാലും അതിലൊക്കെ പങ്കുചേരാതിരിക്കുക ഒക്കെ കുടുംബബന്ധം മുറിക്കുന്ന കാര്യത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തു റഅദിൻ്റെ 25-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ഗൗരവമേറിയ വാക്ക് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർളി ഉലൈക ലഹുമുൽ ലഅന വലഹും സൂഉദ്ദാർ. അള്ളാഹു പറയാണ്, വല്ലദീന ഒരു കൂട്ടരവരാരാ? യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബിൽ നിന്ന് അള്ളാഹു തആല കൊടുത്ത കരാറ്, ആ കരാറ് ലംഘിക്കുന്ന മനുഷ്യന്മാരാണ് അവരാരാ? വല്ലദീന അവരാരാണ്? യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി. അള്ളാഹു തആല ഒപ്പുവെപ്പിച്ചൊരു കരാറാണ്. ആ കരാറിനെ ലംഘിക്കുന്ന മനുഷ്യന്മാരാണ് അവരാരാ? പിന്നെ അവരെ പറ്റിയാണ് അള്ളാഹു തആല പിന്നെ പറയുന്നത് അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർളി. അവർ കുടുംബബന്ധം മുറിക്കുകയും ഭൂമിയിൽ അതുവഴി ഫസാദുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പം അള്ളാഹുവിൽ നിന്ന് കൈകൊടുത്ത് എഴുതപ്പെട്ട കരാറ് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹിൽ അർഹാം എന്ന റബ്ബിൻ്റെ ആ കരാറുകളെ മുറിക്കുകയും എന്നിട്ട് കുടുംബബന്ധം മുറിച്ച് കുടുംബത്തിൽ ഫസാദ് ഫിത്തന ഉണ്ടാക്കുന്നവർ, അവരെ പറ്റി അല്ലാഹു തആല പറയുകയാണെന്ന് ഉലൈക ലഹുമുൽ ലഅന. അവർ തീർച്ചയായും അള്ളാഹുവിൻ്റെ ശാപത്തിനിരയായ ആളുകളാണ്. വലഹും സൂഉദ്ദാർ. അവർക്ക് അങ്ങേയറ്റത്തെ കഠിനകഠോരമായ ശിക്ഷയുണ്ട് എന്നാണ്. നരകാവകാശികളുടെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിടത്തും അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ മനുഷ്യനെ കരിച്ചു കളയുന്ന, അവൻ്റെ മാംസങ്ങളും തോലുകളും ഉരുകി വലിക്കുന്ന നരകത്തിലേക്കുള്ള ആളുകളാണ് കുടുംബബന്ധം മുറിച്ച ആളുകളെന്ന് വ്യക്തമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഉമ്മ വഴിയുള്ള, നമ്മുടെ ഉപ്പ വഴിയുള്ള നസബകൾ, നസബ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബ വംശപരമ്പര എന്ന് പറയും അല്ലേ? നസബ എന്ന് പറയുന്നത് വംശപരമ്പരയാണ്. അപ്പോൾ അത് ഉമ്മാൻ്റെ കുടുംബ വംശപരമ്പര, വാപ്പാൻ്റെ വംശപരമ്പര, ഇതൊക്കെ നമ്മുടെ മക്കൾ, നമ്മുടെ പേരമക്കൾ ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കാലഘട്ടമാണ്. സത്യത്തിൽ കുടുംബ സംഗമങ്ങൾ ഇന്ന് വ്യാപകമായിട്ട് പിന്നെ ഒരു ഫാഷൻ്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ളതുകൊണ്ട് ഫോട്ടോ എടുക്കലും അത് വീഡിയോ ആക്കലും അവിടെ കുട്ടികളുടെ പരിപാടികളും ഒക്കെ ഭയങ്കര ഒരു ഹരമുള്ള കാര്യമാണ്. അതിൽ ഒന്നിച്ചൊരു ടൂർ, കുടുംബസംഘം ഒരു ടൂർ പോലെ, ഇതെല്ലാം ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതിലൊന്നും എന്തില്ല, ഹറാമില്ല. അതുകൊണ്ട് ഉമ്മ വഴിയും ഉപ്പ വഴിയുമുള്ള കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് നാം പഠിക്കുകയും നമ്മുടെ പേരമക്കൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ നൽകുകയും കുടുംബങ്ങളിലേക്ക് അവരെയും കൂട്ടിക്കൊണ്ടു പോകുന്ന സന്ദർശനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം.
പലപ്പോഴും ഇന്ന് നമ്മളൊക്കെ പോകും, കുട്ടികളവിടെ മൊബൈൽ കൊടുത്ത് പെരയിലിടും. സ്വാഭാവികമാണ്, അല്ലെങ്കിൽ ഒരു സ്കൂൾക്ക് പോയിട്ട് പോകും. അങ്ങനെയല്ല, അങ്ങനെ അവരെയും കൂടെ കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത നമ്മളിൽ ഉണ്ട് എന്നതാണ്. അപ്പോൾ ഏറ്റവും ബാധ്യത നമുക്ക് കുടുംബത്തോട് ഉള്ളത് ആർക്കാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. സ്വഹാബികൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടിയായിരുന്നു കണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ കുടുംബബന്ധത്തിൻ്റെ കാര്യങ്ങളിൽ മൂന്ന് വിഭാഗം ആളുകൾ നമുക്ക് കാണാൻ പറ്റും കുടുംബബന്ധത്തിൻ്റെ കാര്യത്തിൽ. ഒന്ന് എന്താണ്? വാസില എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബബന്ധം ചേർക്കുന്നവർ, സ്വർഗാവകാശികൾ. മറ്റൊന്ന് കാത്തിയ, കുടുംബബന്ധം മുറിക്കുന്നവർ, നരകാവകാശികൾ. മൂന്നാമത്തെ വിഭാഗം മുക്കാഫി ആണ്. എന്താ മുക്കാഫി എന്ന് പറഞ്ഞാൽ? പകരത്തിന് പകരം പ്രതീക്ഷിച്ചുകൊണ്ട് ബന്ധം ചേർക്കുന്നവർ. പല ആളുകളും ബന്ധം ചേർക്കൽ എങ്ങനെ അറിയോ? ഇപ്പം മൂത്ത ജ്യേഷ്ഠൻ നല്ല പൈസക്കാരനാണ്, 5 കായില്ല. അപ്പോൾ ജ്യേഷ്ഠൻ്റെ പരിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകും. ഓല കുട്ടികളെ പറ്റി ഓൽക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ജ്യേഷ്ഠം പോയാലും മതിലിട്ടുണ്ടെങ്കിൽ തേങ്ങടാണ്ടെങ്കിലൊക്കെ ഇപ്പം കാര്യമായിട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി. ഓലെന്താ കാരണം? പിന്നെ മോളെ കല്യാണം ഉണ്ടെങ്കിൽ ഏട്ടൻ നല്ല കൊടുക്കും, റമദാൻ വരുമ്പോൾ സക്കാത്ത് കായ് കൊടുക്കും, അപ്പോൾ നല്ല പരിഗണിക്കും. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു പരിഗണന കിട്ടുമെന്നുള്ളത് കൊണ്ട് കായുള്ള ജ്യേഷ്ഠൻ്റെ മക്കളെയും കുടുംബത്തിന് ശ്രദ്ധ. 5 നീ കച്ചവടക്കാരനാണ്, 5 ചെറിയൊരു പരിപാടി, ഓൻ്റെ കുട്ടികളെ അവസ്ഥ എന്താ ഇപ്പോൾ നോക്കലുമില്ല. അങ്ങനെ പകരത്തിന് പകരം പ്രതീക്ഷിച്ചുകൊണ്ട് കുടുംബബന്ധം ചേർക്കുന്ന ആളുകളുണ്ട്. അതൊരിക്കലും പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലൈസൽ വാസിൽ ബിൽ മുഖാഫിയ, പകരത്തിന് പകരം കിട്ടുമെന്ന് വിചാരിച്ച് ബന്ധം ചേർക്കുന്ന ആളുകൾ, അത് പാടില്ല. വലാക്കിന്നൽ വാസില, യഥാർത്ഥത്തിലുള്ള കുടുംബബന്ധം എങ്ങനെ ചേർക്കണം? ഇദാ ഖതഅതു റഹിമഹു വസല, ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് സലാം ചൊല്ലി ഇടയ്ക്കിടയ്ക്ക് ഉഷാലേഷൻ നടത്തി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കൊടുത്ത് ഓരോ എന്ത് മരണം സന്തോഷം പരിപാടികളുടെ അതിലൊക്കെ പങ്കെടുക്കാൻ നമ്മൾ ചെല്ലണം. അത് ആദർശത്തിൻ്റെ പേരിൽ നമ്മളെ പുറന്തള്ളിയാലും ശരി, അല്ല സ്വത്ത് സംബന്ധമായ വിഷയങ്ങൾ നമ്മളെ പുറന്തള്ളിയാലും ശരി, ഭൗതിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും ഏത് വിഷയങ്ങളും നമ്മൾ ഒറ്റപ്പെടുത്തിയാലും ശരി, നമ്മളെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഒരു ഫയറിങ് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അരികിൽ വന്നുകൊണ്ടൊരു സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി ഖറാബത്തുൻ, എനിക്ക് ചില കുടുംബക്കാരുണ്ട് നബിയെ, അവരുടെ സ്വഭാവം നിങ്ങൾക്കറിയോ റസൂലെ? അസ്ലുഹും, ഞാൻ അവരോട് ബന്ധം ചേർക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബന്ധം ചേർക്കും, പക്ഷേ വയക്കത്തൂനി, ഓലിങ്ങോട്ട് ബന്ധം മുറിക്കും. അഹ്സിനു ഇലൈഹിം, ഞാൻ അവരോട് നല്ല പക്വതയിലാണ് സംസാരിക്കുക, സലാം ചെല്ലും, അതേപോലെ തന്നെ നല്ല പുഞ്ചിരിച്ച സംസാരിക്കുള്ളൂ, ഒരു പരിശുദ്ധമുള്ള നോട്ടം പോലെ ഞാൻ നോൽക്കലില്ല. പക്ഷെ വസീഊന ഇലയ്യ, അവരെനിക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യും? അതിന് പകരം എന്നോട് വളരെ മോശമായിട്ട് പാര വെക്കും. അഹ്ലുഹും അൻഹും, ഞാൻ അവരോട് വിവേകത്തോടു കൂടി വിവേകത്തോടുകൂടി ഞാൻ പെരുമാറുക, പക്ഷേ അവരിങ്ങോട്ട് യജ്ഹലൂന അലയ്യ, ഒരു വിവേകമില്ലാതെ പെരുമാറുക. അപ്പോൾ കുടുംബത്തിൽ വളരെയധികം പ്രയാസം, കുടുംബബന്ധം ചേർത്തിരുന്നതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് അങ്ങേയറ്റം കുത്തുവാക്കുകളും പാറവെപ്പും ഒക്കെ അനുഭവിച്ച് പ്രയാസപ്പെട്ട ഒരു മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണത്? പരാതി പറയുന്നത്. എന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, റസൂലെ ഇനി ഞാൻ ഈ ബന്ധം എന്താ ചെയ്യേണ്ടി, തുടരണോ വേണ്ടേ? കാരണം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ അങ്ങേയറ്റമായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താരും, ഇഞ്ഞിജി എന്തിനാ കാത്തിക്കണേ, എന്തിനാ മനെ മുറിച്ചാളാന്നല്ല, മറിച്ച് ലി അൻ കുൻത കമാ ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്ജ് പറഞ്ഞത് സത്യമാണെങ്കിൽ, ഇജ്ജ് പറഞ്ഞ പോലെയാണ് എൻ്റെ കുടുംബങ്ങൾ നടക്കുന്നത് എങ്കിൽ അത് വലിയ അത്ഭുതമാണ്. കാരണം ഫക അന്നമാ തൊസിഫുഹുൽ മല്ല്, നീ അവരെ അടുപ്പിൽ നിന്ന് കനൽ അനയാത്ത ചുടുവണ്ണീർ തൊള്ളിക്കിട്ടുകൊടുത്ത അവസ്ഥയാണ് എൻ്റെ പെരുമാറ്റുന്നത്. അതായത് അടുപ്പിൽ നിന്ന് ചൂട് ആവി അണയാത്ത ചൂടുള്ള വെണ്ണീർ കുറച്ച് നേരം തൊള്ളിക്കിട്ടുകൊടുത്ത എന്തെങ്കിലും സ്ഥിതി, ആകെപ്പാടെ പൊള്ളി ഇറക്കാനും കഴിയില്ല, തുപ്പാനും കഴിയില്ല, ആകെ അവസ്ഥ. ഇതാണ് സത്യത്തിൽ നിൻ്റെ ബന്ധം സ്ഥാപിക്കുക വഴി അവർക്ക് സംഭവിക്കുന്നത്. അപ്പം നിൻ്റെ ബന്ധം കൊണ്ട് അവരെ വായിൽ ചുടുവണ്ണീർ ഇട്ട അവസ്ഥയാണുള്ളത്. അല്ലാതെ അവരെ കൊണ്ട് നിനക്കെന്തില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് വലാ യസാലു മഅക മിനല്ലാഹി ദഹീറ അലൈഹി, നീ ആ ബന്ധം നിലനിർത്തണം, ചേർത്തിക്കൊണ്ടേയിരിക്കണം. അവർ നിനക്കെതിരെ എന്ത് കുത്തിത്തിരിപ്പും പാറയും ഉണ്ടാക്കിയാലും അള്ളാഹു തആല നിന്നെ സംരക്ഷിക്കാൻ ഒരു മലക്കിനെ ഏർപ്പെടുത്തുന്ന റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സംഭവം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുടുംബബന്ധത്തിൻ്റെ പ്രാധാന്യമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, കുടുംബബന്ധം ചേർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വജഹ് മാത്രം ആഗ്രഹിക്കുക, പ്രത്യുപകാരം പ്രതീക്ഷിക്കാതിരിക്കുക.
കുടുംബബന്ധം മുറിക്കണമെന്ന കാര്യമല്ല പറഞ്ഞത്. ചേർക്കുന്നവർ തന്നെ പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ചേർക്കാതിരിക്കുക. എന്നാൽ പ്രത്യുപകാരം നമ്മൾ പ്രതീക്ഷിക്കാതെ മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താ? ഭൗതികമായ അള്ളാഹിൻ്റെ പ്രീതിക്കപ്പുറം അതിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിക്കുക എന്നുള്ളത് പാടില്ല. എന്നാൽ ആ ബന്ധം സ്ഥാപിക്കുക വഴി നമുക്ക് ഒരുപാട് ഖൈറാത്തുകൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടതിൽ കിട്ടും എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ അള്ളാഹിൻ്റെ വജഹാണ് ആഗ്രഹിക്കേണ്ടത്. അത് അത്ര തന്നെ ഉള്ളൂ. അത് വലിയൊരു പ്രതിഫലമാണ്. മാത്രമല്ല വിശ്വാസം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അത് രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും സൗഹൃദ സംഭാഷണത്തിനും അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിശ്വാസം പറഞ്ഞത് ഒരാൾ വീട്ടിൽ നിന്ന് മൻ ആദ മരീലൻ ഔസാറ അഹല്ലഹു ഫില്ലാഹി നാദാഹു മുനാദിൻ തുബ്ത ഫതാബ മംഷാക തബവഅത മിനൽ ജന്നത്തി മൻസില. വീട്ടിൽ നിന്ന് ഒരാൾ തൻ്റെ കുടുംബക്കാരനെ, കൂട്ടുകാരനെ, രോഗിയെ കാണണം, അവനെ സന്ദർശിക്കണമെന്ന ആഗ്രഹത്തിൽ അള്ളാഹിൻ്റെ വജഹ് മാത്രം ആഗ്രഹിച്ച് അവൻ ഇറങ്ങിയാൽ അവൻ്റെ തലക്ക് മുകളിൽ നിന്നുകൊണ്ടൊരു മലക്ക് വിളിച്ചു പറയുമെന്ത്? ഫതാബ മംഷാക്ക, നിങ്ങളുടെ പുറപ്പെടൽ ഗംഭീരമായിട്ടുണ്ട്. തബവഅത മിനൽ ജന്നത്തി മൻസില, നിങ്ങൾക്ക് അള്ളാഹു സ്വർഗത്തിലൊരു വീട് നിർമ്മിച്ചു കഴിഞ്ഞു എന്നാണ്. അപ്പം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അർ റഹീമു മുഅല്ലഖത്തും ബിൽ അർഷ്, ഒരു ഹദീസ്. അള്ളാഹുവിൻ്റെ അർഷുമായി ഒട്ടിച്ചേർന്ന്, മുഅല്ലഖ എന്ന് പറഞ്ഞാൽ അല്ലഖ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചു എന്നാണ്. അപ്പം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, കൂട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് എന്ത്? കുടുംബബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടി. ലി തഖൂലു, കുടുംബബന്ധം അള്ളാഹിനോട് പറഞ്ഞു എന്നാണ്. അള്ളാഹുവിൻ്റെ കോന്തലയിൽ പിടിച്ചു എന്ന് മറ്റൊരു റിപ്പോർട്ടുണ്ട്. കുടുംബബന്ധം അള്ളാഹിൻ്റെ കോന്തലയിൽ പിടിച്ചു, പറഞ്ഞു മൻ വസലനി വസലഹുല്ലാ, അള്ളാഹ് ഞാനുമായി ആരൊക്കെ ബന്ധം ചേരുന്നു അവനുമായി നീ ബന്ധം ചേരണം. ഒമൻ കഥാനി കഥാഹുല്ലാ, ഞാനുമായി ആരൊക്കെ ബന്ധം മുറിക്കുന്നോ അവനുമായി നീ ബന്ധം മുറിക്കണം എന്ന് കുടുംബബന്ധം അള്ളാഹുവിൻ്റെ ഇടുപ്പിൽ പിടിച്ചു പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇടുപ്പിൽ പിടിച്ച് പറയുന്നത് പറഞ്ഞാൽ കുടുംബത്തിന് കയ്യും കാലും ഉണ്ടോ, അത് എങ്ങനെയാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സൃഷ്ടി, ഇതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൈഫിയത്ത് എങ്ങനെയാണ്, അതിൻ്റെ റിയാലിറ്റി എങ്ങനെ, ഇതൊന്നും നമുക്കറിയില്ല, നമ്മളത് ആലോചിക്കാനേ പാടില്ല. പക്ഷേ അള്ളാഹിൻ്റെ സൃഷ്ടിയാണെന്ത്? കുടുംബബന്ധം. മരണം അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലേ. സ്വർഗത്തിന് നരകത്തിൻ്റെ ഇടയിൽ മരണത്തെ കൊണ്ടുവന്ന് അറക്കുന്നൊരു ഹദീസ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിലെന്താ? അള്ളാഹിൻ്റെ സൃഷ്ടിയാണ് മരണം. അപ്പോൾ അതുപോലെ ഒരുപാട് സൃഷ്ടികളുണ്ട്. നരകം സൃഷ്ടിയാണ്, സ്വർഗം സൃഷ്ടിയാണ്, അതേപോലെയുള്ള സൃഷ്ടിയാണ് കുടുംബബന്ധം. അപ്പോൾ ആ കുടുംബബന്ധം പിടിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ അർത്ഥം എന്താ? കാല് പിടിച്ചു എന്നാ? അല്ല, അത്രത്തോളം താഴ്ന്നു. അപ്പം ഒന്നുകിൽ അങ്ങനെയാകാം, അല്ലാതിരിക്കാം. നമ്മളതിന് ആലങ്കാരിക പദപ്രയോഗം കൊടുത്ത് അതിനെ തവീൽ ചെയ്യാനോ തഷ്ബീഹ് ചെയ്യാനോ തംതീൽ ചെയ്യാനൊന്നും പാടില്ല. അള്ളാഹിൻ്റെ സിഫത്ത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു പറഞ്ഞ അതിന് ഗൗരവമാണെന്ത്? കുടുംബബന്ധം മുറിച്ചാൽ അള്ളാഹ് മുറിക്കും, ചേർത്താൽ അള്ളാഹ് ചേർക്കും. അതാണ്. പിന്നെ ഇനി ഒരു 2-3 ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി ഫൽയൗമിൽ ആഖിർ ഫൽയസ്ലി റഹ്മ. ആർക്കെങ്കിലും അള്ളാഹുവിനും പരലോകത്തിനും വിശ്വാസം ഉണ്ടോ എങ്കിൽ അവൻ കുടുംബബന്ധം ചാർത്തിക്കൊള്ളട്ടെ. അതേപോലെ തന്നെ നമുക്കറിയാം, മദീനയിലേക്ക് സ്വഹാബത്ത് മുഹാജിറുകൾ വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വന്നു. അന്ന് മക്കക്കാരെ മദീനക്കാർ സ്വീകരിച്ചു. ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു ജൂത പണ്ഡിതനാണ് ആര്? അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. ഇസ്ലാം സ്വീകരിച്ച ഉടനെ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മ ഖദിമ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, നബി സ്വല്ലല്ലാഹു അലൈഹി മദീനയിലേക്ക് വന്ന ദിവസം ഞാൻ കണ്ടു സ്വഹാബത്ത് ഇങ്ങനെ പാട്ടുപാടി സന്തോഷിച്ച് ചെല്ലുന്നത് കണ്ടപ്പോൾ ഞാനും എന്ത് ചെയ്തു? ഫജിഅതു ബിന്നാസി അൻളറ, ജനങ്ങളെ കൂടെ ഞാനും പോയി നോക്കി. ആ തിക്കും തിരക്കിലും മുഹമ്മദിനൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഇതുവരെ എല്ലാവരും പറയല്ലാതെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഫലമ്മ തബയ്യനഹു വജഅഹു, ഞാൻ ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തെ നോക്കി. വ അറഫ്തു, എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ത്? അന്ന വജഹു ലൈസ ബി വജിഹി കദ്ദാബ്, ഇതൊരു കള്ളപ്രവാചകൻ്റെ മുഖമല്ല, ഇത് ഒറിജിനൽ നബി തന്നെയാണ്. ആ മുഖത്തെ ഈമാൻ്റെ വെളിച്ചും. അങ്ങനെ ഞാൻ ചെന്നു എന്ത് ചെയ്തു? ഞാൻ ഫക്കാന അവ്വലു ഷൈഇൻ, ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ചെന്നു, സലാം ചൊല്ലി ബൈഅത്ത് ചെയ്തു, ഇസ്ലാം സ്വീകരിച്ചു. ആദ്യം ഞാൻ ആ സമയത്ത് അവിടുന്ന് കേട്ടത് സമയത്ത് തക്കല്ലമ ബിഹി, അവിടുന്ന് റസൂലുള്ളാഹി പറയുന്നത് കേട്ടതുണ്ടാ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ അഫ്ഷു സലാം, നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക. വ അത്തിഅമു ത്വആമ, പാവപ്പെട്ടവന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. വസല്ലു, അതേപോലെ വസ്ലു റഹ്മ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് തഹജ്ജുദ് എങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസ്സലാം, നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഇനി മൻ അഹബ്ബ അൻ യബ്സുത റിസ്ഖഹു വയൻഷഉ ലഹു ഫി അസരിഹി ഫല്യസ്രി റഹ്മ. ആർക്കെങ്കിലും ദീർഘായുസ്സുള്ള ആഫിയത്തുള്ള ദീർഘായുസ്, നമ്മൾ ആഗ്രഹിക്കുന്നൊരു ആയുസ്സാണ് ആഫിയത്തോടുള്ള ദീർഘായുസ്, രോഗങ്ങളില്ലാത്ത കഷ്ടപ്പാടുകളില്ലാത്ത നല്ല ആരോഗ്യമുള്ള ദീർഘായുസ്. അതൊരു 100 110 ഒക്കെ കിട്ടുകയാണെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയുള്ള ഒരു ആയുസ്സും സമ്പത്തിൽ ധാരാളം ബർക്കത്തും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഫല്യസ്രി റഹ്മ, കുടുംബം ഒന്ന് ചേർത്തിക്കോളി. അല്ലോ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. കുടുംബ ബന്ധം കൂട്ടി യോജിപ്പിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആരുമായിട്ടൊക്കെയാണ് ഏറ്റവും ബന്ധം ചേർക്കേണ്ടത്, പിന്നെ ആരുമായിട്ടാണ് ചേർക്കേണ്ടത്, അതിൻ്റെ കാറ്റഗറി പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതിൽ ഒന്ന് അൽ മഹാരിം, മഹറമായ ആളുകൾ, കെട്ടുബന്ധം നിഷിദ്ധമായവർ. അതാരാ? നമ്മുടെ വാപ്പ, ഇമ്മ, അല്ലേ, പിന്നെ പെങ്ങന്മാർ, അഞ്ചന്, അല്ലേ, അതേപോലെ അമ്മായി, അമ്മോന്, ഇളാമ, മൂത്തമ്മ, ഇതൊക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ കെട്ടുബന്ധം നിഷിദ്ധമായ ആളുകളുമായിട്ട് ഏറ്റവും ബന്ധമുണ്ടാകും. പിന്നെ അൽ അർഹാമുൽ ആം, പൊതുവായുള്ള കുടുംബ ബന്ധങ്ങൾ. അതേപോലെ തന്നെ അൽ ഖറാബത്തു അല്ലദീ യതവാറസൂൻ, കുടുംബം മരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് കൊടുക്കേണ്ട അനന്തര സ്വത്തുക്കളുള്ള കുടുംബക്കാർ. നമ്മൾ ഈ പറഞ്ഞവരൊക്കെ അതിൽ പെട്ട്, പെങ്ങന്മാരും അഞ്ചന്മാരൊക്കെ അതിൽ പെട്ട്. പിന്നെ അൽ അർഹാമുൽ ആം, പൊതുവായിട്ടുള്ള കുടുംബ ബന്ധങ്ങളുണ്ട്. അതും ആ ബന്ധങ്ങളിലേക്ക് എന്ത് ചെയ്യുക, നമ്മളെ കുടുംബബന്ധം അടുത്തതും അകലിച്ച് അതൊക്കെ പാലിക്കുക എന്നുള്ളതാണ്. ഇനി അവരെ എങ്ങനെയാണ് ആ ബന്ധം പാലിക്കേണ്ടത്? ഒന്ന്, പണ്ഡിതന്മാർ സിയാറത്തുൻ, സന്ദർശിക്കുക. 2 അൽ ഇസ്തിഗ്ഫാഫ്, സാധിക്കുമെങ്കിൽ അവരെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, നമ്മൾ സൽക്കരിക്കുക. 3 വസുആലു അൻഹും വസലാമു അലൈഹിം, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരോട് കുശലാന്വേഷണം നടത്തുക, സലാം ചെല്ലുക, അവരെ അവസ്ഥകളൊക്കെ ചോദിച്ചറിയുക. 5-മത്തത് വ ഇതാഹു മിൻ മാലിഹി വ സ്വതക്കത്തൻ വ ഹദിയ, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ സ്വതക്കയായിട്ടും ഹദിയായിട്ടും എന്ത് ചെയ്യുക, കുടുംബക്കാർക്ക് കൊടുക്കുക. എത്ര പറഞ്ഞത്? 4 അല്ലേ? 5-മതായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള എന്താണ്? വ തൗഖീരി കബീരിയും, മുതിർന്ന ആളുകളെ, അതിൽ ഏറ്റവും മുതിർന്ന ആളുകളെ നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യുക, ബഹുമാനിക്കുക, ആദരിക്കുക. നമ്മൾ സീനിയോറിറ്റി അനുസരിച്ച് അവർ പ്രത്യേകം ബഹുമാനിക്കുക, ആദരിക്കുക. 6-മതായി വസ്സലാമത്തു സുദൂരി നഹബിയും, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവരോടുള്ള പകയില്ലാതാക്കുക. എന്തൊക്കെ സൽക്കാരം എന്തൊക്കെ കൊടുത്താലും എന്നാലും ആ ഉള്ളിലൊരു പക അതില്ലാതാക്കുക. 7-മതായി വ ഇസ്ലാഹു ദാത്തിൽ ബൈനി വ ബൈനഹും, നിങ്ങൾ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായാൽ എന്ത് ചെയ്യുക, മദ്യം പറയാൻ ചെല്ലുക. 2 തലയും കത്തിച്ച് പിന്നല്ല, അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മദ്യം പറയുക. 9-മതായി വ ദുആഉലും, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ജമ്മായി ദുആ ചെയ്യുക, നമ്മൾ മാത്രമല്ല എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. 10-മതായി വ ദഅവത്തു ഇലൽ ഹുദാ, അവരെ യഥാർത്ഥ തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കുക. കണ്ടോ, ഇതാണ് കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയം. അപ്പം ഖത്ഉൽ അർഹാം, വ്യാപകമായ കുടുംബബന്ധം മുറിക്കുന്ന കാലഘട്ടം വരും, അയൽപക്ക മര്യാദ പാലിക്കാത്ത കാലഘട്ടം വരും. ഇതിൽ രണ്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഇന്നത്തെ ദർസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് പ്രാവർത്തികമാക്കാനും നമ്മുടെ സമൂഹത്തിന് പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.